മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളായിരുന്ന പ്രേം നസീറിനോടും മധുവിനോടുമൊപ്പം ശക്തമായ ഒരു വില്ലൻ വേഷത്തിലൂടെ കടന്നു വന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിരുന്നു ക്യാപ്റ്റൻ രാജ്. കലൂർ ഡെന്നീസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത രക്തം എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ രാജുവിൻ്റെ സിനിമാ പ്രവേശം. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള ആ യുവ പുരുഷ സ്വരൂപത്തെ കണ്ട് പ്രേക്ഷക ലക്ഷങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സുന്ദരനായ പ്രതിനായകനെന്നാണ്. അന്നുവരെ നമ്മൾ കണ്ടു ശീലിച്ച സാമ്പ്രദായിക വില്ലന്മാരുടെ കണ്ണുരുട്ടലോ ഗോഷ്ഠികളോ ഒന്നുമില്ലാത്ത ഈ സ്മാർട്ട് യങ് ആൻറ്റി ഹീറോയെ ജനം നെഞ്ചിലേറ്റിയതോടെ ക്യാപ്റ്റൻ പോലും നനച്ചിരിക്കാത്ത പുതിയൊരു പ്രതിനായക സ്വരൂപമായി മാറുകയായിരുന്നു. തുടർന്ന് IV ശശി, സിബി മലയിൽ, കെ മധു തുടങ്ങിയ മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകരുടെ ചിത്രങ്ങളിലെ നിറസാന്നിധ്യം കൂടിയായപ്പോൾ ക്യാപ്റ്റനെ തേടി തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിന്ന് പല വലിയ ഓഫറുകളും വരാൻ തുടങ്ങി. രജനീകാന്ത്, കമൽഹാസൻ, ചിരഞ്ജീവി, വിജയശാന്തി തുടങ്ങിയവരുടെയെല്ലാം വില്ലൻ കഥാപാത്രമായി മാറിയതോടെ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന താരപരിവേഷമുള്ള നടനായി ക്യാപ്റ്റൻ രാജ് മാറി. 1950 ജൂൺ 27-ന് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ KG ഡാനിയലിൻ്റെയും അന്നമ്മയുടെയും 7 മക്കളിൽ 3ാമത്തെ മകനായാണ് രാജു ജനിക്കുന്നത്. ഓമല്ലൂർ ഗവൺമെൻറ് UP സ്കൂളിലും NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എലിസബത്ത്, സാജി, സോഫി, സുധ എന്നീ 4 സഹോദരിമാരും ജോർജ്, മോഹൻ എന്നീ 2 സഹോദരന്മാരുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാതാപിതാക്കൾ 2 പേരും ഓമല്ലൂർ സർക്കാർ UP സ്കൂളിലെ അധ്യാപകരായിരുന്നു. വിദ്യാഭ്യാസകാലത്ത് അദ്ദേഹം മികച്ച വോളിബോൾ കളിക്കാരനായിരുന്നു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്നാണ് സുവോളജിയിൽ ബിരുദം നേടിയത്. ബിരുദാനന്തരം രാജു തൻ്റെ 21ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായി ചേരുകയും ക്യാപ്റ്റൻ റാങ്ക് വരെ ഉയരുകയും ചെയ്തു. 5 വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച അദ്ദേഹം കുറച്ചുകാലം മുംബൈയിലെ ലക്ഷ്മി സ്റ്റാർസ് എന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുകയും പിന്നീട് സിനിമകളിൽ അഭിനയിക്കാനായി ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ മുംബൈയിലെ പ്രതിഭാ തിയേറ്ററുകൾ പോലുള്ള അമച്ചർ നാടക സംഘങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ക്യാപ്റ്റൻ രാജുവിൻ്റെ തന്നെ വാക്കുകൾ: 5 അടി 7 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു അമ്മച്ചിക്ക്. ചന്ദനപ്പള്ളി പറക്കോട്ടുകാരിയായ സുന്ദരിക്കുട്ടി അന്നമ്മ. അത്രയും ഹൈറ്റുള്ള ആണുങ്ങളെ കിട്ടാൻ അക്കാലത്ത് പ്രയാസമാണ്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് 6 അടി 2 ഇഞ്ചുള്ള ഓമല്ലൂർക്കാരൻ KG ഡാനിയലിനെ കണ്ടെത്തുന്നത്. അപ്പനും അമ്മയ്ക്കും കൂടി 7 മക്കളാണ്, 4 പെണ്ണും 3 ആണും. അപ്പൻ്റെയും അമ്മയുടെയും ഉയരമാണ് എനിക്ക് കിട്ടിയത്, 6 അടി 2 ഇഞ്ച്. രാജു ഡാനിയൽ എന്ന എക്സ് പട്ടാളക്കാരൻ 6 അടി 2 ഇഞ്ചുള്ള ആകാരപ്പെരുമയുമായി ജോഷിയുടെ രക്തത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാൽ വയ്ക്കുന്നത് 1981-ലാണ്. അക്കൊല്ലമാണ് ശക്തി സാമന്തയുടെ ബർസാത് കി ഏക് രാത് പുറത്തിറങ്ങുന്നത്. അതിലെ നായകനും 6 അടി 2 ഇഞ്ചായിരുന്നു, ACP അഭിജിത്ത് റായ്. അന്നുമിന്നും ബോളിവുഡിൻ്റെ താരരാജാവ് അയാളാണ്, വൺ ആൻഡ് ഓൺലി അമിതാഭ് ബച്ചൻ. രാജു ഡാനിയൽ വളർന്ന് ക്യാപ്റ്റൻ രാജുവായി, പക്ഷേ അമിതാഭ് ബച്ചനായില്ല. മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ ഉണ്ടായിരുന്ന പെട്ടിയും തൂക്കി നായകന് പിന്നാലെ ഒരു ചലച്ചിത്ര ആയുസ് മുഴുവൻ അയാൾ നടന്നു തീർത്തു. സുന്ദര വില്ലനെന്നും സുകുമാര വില്ലനെന്നുമുള്ള പാപ്പരാസി പട്ടം കിട്ടാൻ പട്ടാളത്തടിയുമായി പടം തേടി വന്നതായിരുന്നില്ല അയാൾ. പക്ഷേ മലയാള സിനിമ അയാൾക്ക് നൽകിയത് അതുമാത്രമായിരുന്നു. ഉടൽപ്പെരുപ്പത്തിൻ്റെ കഥ പറയുമ്പോഴെല്ലാം ചന്ദനപ്പള്ളിയിലെ റേഷൻ കടയിൽ പോയി അരിയും ഗോതമ്പും ചുമന്നുകൊണ്ടുവന്ന കുട്ടിക്കാലത്തെ ഓർക്കും രാജിച്ചായൻ. രാത്രികളിൽ മുടങ്ങാതെ 20 ചപ്പാത്തിയും 1/2 കിലോ ബീഫും കഴിപ്പിച്ച അന്നമ്മച്ചേടത്തിയെയും. ചപ്പാത്തി തിന്നണോ? സ്കൂൾ വിട്ട് വന്നാലുടൻ പോയി അരിയും ഗോതമ്പും എത്തിക്കണം. തീർന്നില്ല, ചപ്പാത്തിക്കുള്ള ഗോതമ്പ് സ്വയം കുഴയ്ക്കണം. പണികൾ ധാരാളമായിരുന്നു. വിറക് വെട്ടിക്കീറണം, നെല്ല് കുത്തിക്കാൻ കൊണ്ടുപോകണം.
ആട്ടുകല്ലിലിട്ട് മാവരയ്ക്കണം. അസ്വസ്ഥത വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നീ ഒനാസിസിൻ്റെ മോനല്ല, പാവപ്പെട്ട സ്കൂൾ മാഷിൻ്റെ മോനാണ് എന്ന് അന്നമ്മച്ചേടത്തി ഓർമ്മിപ്പിക്കും. സഹികെട്ടൊരു ദിവസം ചോദിച്ചു, അമ്മച്ചി, ആരാണീ ഒനാസിസ്? ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യയായിരുന്നു ഒനാസിസ്, കോടീശ്വരി. അമ്പരപ്പോടെ നോക്കി നിന്നു. ഒനാസിസിനെയല്ല, ഒനാസിസിൻ്റെ കഥ പറഞ്ഞ ഗ്രാമീണയായ അമ്മച്ചിയെ. പത്തനംതിട്ട നിന്ന് ഡെറങ്തരയിലെ റെജിമെൻറ്റിൽ എത്തിയിട്ടും മേജർ അന്നമ്മയേക്കാൾ മുന്തിയ ട്രെയിനർമാരെ രാജു കണ്ടിട്ടില്ല. രാജു ഡാനിയൽ പിന്നെ ക്യാപ്റ്റൻ രാജുവായി. അരിങ്ങോടനും കൃഷ്ണദാസും പവനായിയും നിക്കോളാസുമെല്ലാമായി ഉറുമിയുമായി വന്ന പോരാളിയെ വെറും കൈയാൽ തറപറ്റിച്ചു. എന്നിട്ടും നനഞ്ഞ ഏറുപടക്കങ്ങളെ ബോംബെന്ന് വിശേഷിപ്പിച്ചെറിയാൻ 500 പടങ്ങൾക്കപ്പുറത്തും അയാൾ തുടർച്ചയായി നിയോഗിക്കപ്പെട്ടു. നായകന്റെ പച്ചക്കറിത്തോട്ടം ബോംബ് വെച്ച് തകർത്തിട്ടും ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ട കോൺസ്റ്റബിൾ നായകൻ ക്യാപ്റ്റനെ തോൽപ്പിച്ച് കയ്യടികൾ വാരിക്കൂട്ടി CID ആയി. തൻ്റെ ട്രാൻസിസ്റ്റർ ബോംബ് റേഡിയോ കടയിൽ തൂക്കിവിറ്റ നായകന് മുമ്പിൽ 6 അടി 2 ചുടലിൻ്റെ പെരുമ തോറ്റ് തൊപ്പിയിട്ടുകൊണ്ടേയിരുന്നു. ക്യാപ്റ്റൻ രാജു ബാബു ആൻ്റണി ശ്രേണിയിൽ ഉടലിനെ അടയാളപ്പെടുത്തി മോളിവുഡിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. എന്നിട്ടും രാജിച്ചായന് പരിഭവമുണ്ടായിരുന്നില്ല. പക്ഷേ CID മൂസ എന്ന നായകന് ആ വണ്ടി കൂടി കൊടുത്ത് അയാൾ പിൻവാങ്ങി. ക്യാപ്റ്റൻ രാജുവിനെ ഓർക്കുമ്പോൾ CID മൂസയിലെ കരംചന്ദിനെ മറക്കാനാവില്ല. മൂസയും ശിങ്കിടികളും ആശാന്റെ അത്ഭുത ലോകം കണ്ട് കണ്ണുമിഴിച്ചിരിപ്പാണ്. മുറി നിറയെ ആജ്ഞാനുവർത്തികളായ യന്ത്രങ്ങളാണ്. ചായ കുടിച്ച കപ്പുകൾ മെഷീൻ വന്ന് മൂടുന്നു. വാവ്, കപ്പുകളെല്ലാം യന്ത്രം തന്നെ കഴുകി വയ്ക്കുമല്ലേ? ഇല്ല, ഗസ്റ്റുകളെല്ലാം പോയ ശേഷം മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വയ്ക്കും. 2003 തൃശൂർ ജില്ലയിലെ കുതിരാനിൽ വച്ചുണ്ടായ വാഹനാപകടത്തിന് ശേഷം ക്യാപ്റ്റൻ രാജുവിനെ വിവിധ രോഗങ്ങൾ പിടികൂടുകയുണ്ടായി. 2015 മാർച്ചിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. 2018 ജൂൺ 25 ന്യൂയോർക്കിൽ താമസിക്കുന്ന തൻ്റെ മകനെ സന്ദർശിക്കാൻ പോകവേ വിമാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം ഉണ്ടായി. തുടർന്ന് വിമാനം മസ്കറ്റിൽ ഇറക്കി അദ്ദേഹത്തെ അവിടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ ചികിത്സകൾക്കായി പിന്നീട് അദ്ദേഹത്തെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആശുപത്രി വിട്ട അദ്ദേഹം രോഗം ഗുരുതരമായതിനെ തുടർന്ന് കൊച്ചി പാലാരിവട്ടത്തെ വസതിയിൽ വെച്ച് 2018 സെപ്റ്റംബർ 17 നിര്യാതനായി. സെപ്റ്റംബർ 21 പത്തനംതിട്ട പുത്തൻപീടിക സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അദ്ദേഹത്തെ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിച്ചു. പ്രമീളയാണ് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഭാര്യ. ഇവർക്ക് രവി എന്ന പേരിൽ ഒരു മകനുണ്ട്. കൊച്ചി പാലാരിവട്ടത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്.